കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ വീണ്ടും പ്രതിസന്ധി. കാലാവസ്ഥ പ്രതികൂലമായത് കാരണം ഡ്രഡ്ജർ എത്തിക്കാൻ വൈകും. ഗോവൻ തീരത്ത് 2 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാറ്റ് അനുകൂലമല്ല എന്നാണ് വിലയിരുത്തൽ. ആനന്ദ് പുത്തൂർ വിവരങ്ങൾ നൽകും. ആനന്ദ്, വീണ്ടും ഇത് പ്രതിസന്ധിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത്തവണയും കാലാവസ്ഥയാണോ പ്രതികൂലമാകുന്നത്? എന്താണ് വിവരങ്ങൾ? ഈ സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച തന്നെ ഇത്തരത്തിൽ ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള മറ്റ് തെരച്ചിലിലെ ബാക്കി കാര്യങ്ങൾ തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പക്ഷേ ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കാരണം ആ ശ്രമം ആദ്യഘട്ടം തന്നെ ഒഴിവാക്കുകയായിരുന്നു. പിന്നീടാണ് ഈ 11-ാം തീയതിയോട് കൂടി തന്നെ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കമ്പനി അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു ദൗത്യം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ ഗോവൻ തീരത്ത് 2 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഈ കാറ്റ് അനുകൂലമല്ല എന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഈ പുഴയും കടലും വഴിയാണ് ഈ ഡ്രഡ്ജർ ഇവിടേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ശക്തിയായ കാറ്റ് വീശുന്നത് ടഗ് ബോട്ടിലെ യാത്ര ദുഷ്കരമാക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ. എന്നാലും ഇക്കാര്യം ഈ ഡ്രഡ്ജർ കമ്പനി ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. ഗോവയിൽ നിന്ന് തിരൂരിലേക്ക് ഡ്രഡ്ജർ എത്താൻ ഏതാണ്ട് 30 മുതൽ 40 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമാവുന്ന ഒരു സമയം വരെ കാത്തിരിക്കാനാണ് തീരുമാനം. 2 ദിവസത്തിനകം കാലാവസ്ഥ ഇത്തരത്തിൽ അതായത് യെല്ലോ അലർട്ട് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കമ്പനിയും ഭരണകൂടവും. ഓക്കെ, ശരിയാണ്.